തബല കെട്ടിക്കണ്ടേ ചേട്ടാ? തബല എന്താടാ കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കണ? അല്ല, തബല ഒന്ന് അഴിച്ചു കെട്ടണമെന്ന് പറഞ്ഞതാ. ആരാത്? പൊന്നൻ. ഏത് പൊണ്ണനായാലും എന്താ, ഇൻസ്ട്രുമെന്റലാണ് വേഷം കെട്ട്. ആരാത്? നിന്റെയൊക്കെ പെങ്ങളുണ്ടല്ലോ, അവളും ചന്ദ്രുവുമായിട്ടുള്ള ഏർപ്പാടൊക്കെ നിമിഷം അവസാനിപ്പിക്കണം. അവളെയും കൂട്ടിക്കൊണ്ട് അവന്റെ കൺവെട്ടത്തുനിന്ന് പൊയ്ക്കൊള്ളണം. ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അനുഭവിക്കാൻ പോകുന്നത് നിന്റെയൊക്കെ പെങ്ങളായിരിക്കും. മനസ്സിലായോ? മോളെ, എന്താ ഏട്ടാ? താങ്കൾക്ക് അറിയില്ല മോളെ. എന്താ ഏട്ടാ ഇത്? ഞങ്ങളെ തല്ലി വേദനിച്ചില്ല. മോളെ പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഇറങ്ങിപ്പോടാ. എടാ, സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണ് ഇത്രയും നാളും ഞാൻ നിന്നെ കരുതിയത്. ഒരുപാട് ബഹുമാനിക്കുകയും ചെയ്തു. നിന്നെ പോലെ ഒരുത്തന്റെ കൂടെ കുറെ കാലം കഴിഞ്ഞതിന് എനിക്ക് നരകത്തിൽ പോകേണ്ടി വരുവാണ്. പോടാ, എങ്ങോട്ടെങ്കിലും പൊക്കോ. പക്ഷെ ഒരു കാര്യം ഓർത്തു, എവിടെ പോയാലും നീ ഗതി പിടിക്കാൻ പോകുന്നില്ല. അത്രയ്ക്ക് ദുഷ്ടനാണ് നീ, ദുഷ്ടൻ. ആരാത്? ഞാൻ ചന്ദ്രന്റെ അമ്മയാണ്. ഇനിയിപ്പോ എന്താണാവോ വേണ്ടത്? എന്താ തല്ലാൻ ഇനി ആള് വരുന്നുണ്ടാ? ഞങ്ങള് പൊയ്ക്കോളാം, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. അതിനെ ആരും വന്ന് പറയണ്ട. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞങ്ങളുടെ പെങ്ങൾ ഒരുത്തന്റെയും പുറകെ പോവില്ല, ഒന്നിന്റെയും പുറകെ പോവില്ല. ചതിച്ചതാണവൻ. നിങ്ങളുടെ മോനുണ്ടല്ലോ, ഞങ്ങളുടെ പൊന്നുമോളെ ചതിച്ചതാണ്. ഗതി പിടിക്കില്ല അവൻ. എവിടെ പോയാലും ഒരു കാലത്തും അവൻ ഗതി പിടിക്കില്ല. അവനെ ശപിക്കരുത്. നിങ്ങളൊക്കെ കരുതുന്ന പോലെ അവൻ അച്ഛനെ ധിക്കരിച്ച് തോൽപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നല്ല ഇതൊന്നും. വേറെ നിവൃത്തിയില്ലാതെ ചെയ്തു പോകുന്നതാ. എന്റെ മോൻ രാവും പകലും ഇല്ലാതെ തെരുവിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാ. അവന്റെ അച്ഛന്റെയും മറ്റെല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് എന്നും എന്റെ മോൻ വീട്ടിലെത്തും. അവന്റെ കണ്ണീരും വിയർപ്പും വീണ കുറെ ചില്ലറ തുട്ടുകളും ഒരു പിടി അരിയുമായിട്ട്. അതുകൊണ്ടാ ഞാനും എന്റെ മോളും അദ്ദേഹം കഴിഞ്ഞു പോകുന്നത്. ചന്ദ്രുവിന്റെ അച്ഛൻ പറഞ്ഞ അങ്ങനെയല്ലല്ലോ. വലിയ ഫാക്ടറിയും ബിസിനസ്സും ഉണ്ടായിരുന്നു. ഈ പറയുന്നതെല്ലാം ഒരിക്കലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന വീട് പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരായുസ് കൊണ്ട് നേടിയെടുത്തതെല്ലാം ഒരിക്കൽ കൈവിട്ടു പോകുമെന്നറിഞ്ഞപ്പോ, ഉണ്ടായിരുന്നതെല്ലാം ഓരോരുത്തരായി തട്ടിപ്പറിച്ചപ്പോ അത് താങ്ങാനുള്ള കരുത്ത് അദ്ദേഹത്തിന്റെ മനസ്സിനുണ്ടായിരുന്നില്ല.
പോയോടൂ. സകലതും പോയി. എന്താ ഇത്? എല്ലാരും കൂടെ ചുറ്റിനും ഇതെന്താ എയർപോർട്ട് മറ്റാണോ സി ഓഫ് ചെയ്യാൻ വേണ്ടിട്ട്? അളിയ വരും, നമുക്ക് ഇറങ്ങാം. ഇറങ്ങാനോ? എങ്ങോട്ട്? നമ്മൾ ഇറങ്ങിയല്ലേ പറ്റൂ. നമ്മുടെ ഓഫീസിൽ നമ്മൾ എങ്ങോട്ട് ഇറങ്ങാനാ? അച്ഛാ പോകാം. എങ്ങോട്ടാ മോനെ? അതൊക്കെ പറയാം, വാ. ഇത് അച്ഛന്റെ ഓഫീസാ മോനെ. ഇവിടുന്ന് ഞാൻ എങ്ങോട്ട് പോകാനാ? ഞാൻ അങ്ങോട്ടും വരില്ല. അച്ഛനോട് വരാനാ പുറത്ത്. വിടണോ ചെയ്യുന്നു? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാടാ ഈ ഓഫീസ്. ഒരുത്തിന് എന്നെ ഇവിടെ ഇറക്കി വിടാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. മിണ്ടി പോകരുത്. താനിപ്പോ ചീഫ് മാനേജിംഗ് ഡയറക്ടർ അല്ല. ഒക്കെ പോയടോ. താനിപ്പോ വെറും തെണ്ടിയാ തെണ്ടി. മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങാൻ. ഈ പറയുന്ന കാര്യങ്ങളെ സമയത്ത് തന്നെ ചെയ്തിരിക്കണം. നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇല്ല, ആ രഘുറാം കമ്പനിക്ക് 5 lakhs DD കൊടുത്തിരിക്കണം. പിന്നെ ആ 1 crore പ്രോജക്ട് അത് കാക്കനാട് വേണ്ട, ആലപ്പുഴയ്ക്ക് മാറ്റിയിരിക്കണം. ഇപ്പൊ പഴയതുപോലെ ആത്മഹത്യാശ്രമമൊന്നുമില്ല. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞെന്ന് അച്ഛൻ്റെ മനസ്സ് അംഗീകരിക്കുന്നില്ല. ഇനി അതൊന്നും അറിയിക്കാതെ എത്ര കാലം കൊണ്ടുപോകുന്നു അത്രയും കാലമേ അച്ഛൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്, കോടികളുടെ ആസ്തിയുണ്ട്. അതൊന്നും അങ്ങനെയല്ലെന്ന് അദ്ദേഹം അറിഞ്ഞാൽ, സത്യാവസ്ഥ എങ്ങനെയും അദ്ദേഹം അറിഞ്ഞു പോയാൽ ഞങ്ങൾക്ക് അദ്ദേഹത്തെ നഷ്ടപ്പെടും. അതുകൊണ്ടാ എന്റെ മോൻ നിങ്ങളുടെ ഈ നാടകമൊക്കെ കളിക്കുന്നത്. അവന് വേണ്ടി നിങ്ങളോട് ഞാൻ മാപ്പ് പറയുന്നു, കാല് പിടിച്ച് മാപ്പ് പറയുന്നു. എന്റെ മോനോട് ക്ഷമിക്കണം, അവനോട് ക്ഷമിക്കണം. അയ്യോ അമ്മ മാപ്പൊന്നും പറയണ്ട. ഞങ്ങൾക്ക് ചന്ദ്രനോട് ഒരു വിരോധവും ഇല്ല, അല്ലേ ഏട്ടാ? മനുഷ്യനെ കാണാൻ, മനസ്സ് കാണാൻ കണ്ണുകളുടെ ആവശ്യമില്ലമ്മേ. ഇപ്പോ ഞങ്ങൾക്ക് അവനെ കാണാം. താനീ കണക്കിന് എന്നെ ഒരുപാട് വെള്ളം കുടിപ്പിക്കല്ലോടൂ. കണക്കുകളൊന്നും ശരിയാവുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞേ. 8 ലക്ഷം രൂപ 8 ലക്ഷം രൂപ എങ്ങോട്ടോടി? എടോ കഴിഞ്ഞ മാസമല്ലേ ബാങ്കിൽ നിന്ന് ഓടി എടുത്തത്? ആ ഓടി തിരിച്ചടച്ചു. ഇത് വേറെ ഓടി. എടോ തിരിച്ചടയ്ക്കാൻ പണം ഏത് അക്കൗണ്ടിൽ നിന്ന് എടുത്തു? അത് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഏത് അക്കൗണ്ടിൽ നിന്ന് എടുത്തു പറയടോ. നോക്കട്ടെ, എനിക്ക് വയ്യ മുടിഞ്ഞ കണക്ക്. കള്ള കണക്കാടോ. താൻ അളിയൻ ഒരെണ്ണം മതി എന്നെ എന്റെ കമ്പനിയും പൂട്ടിക്കാൻ. തയ്യും തൂക്കി നടക്കുന്നു. എനിക്കിനി വയ്യ ഈ കണക്കെഴുത്തും ചീത്ത കേൾക്കലും. അതുകൊണ്ട് നീ അളിയനോട് കാര്യം തുറന്നു പറഞ്ഞ് ഏതെങ്കിലും ഞാൻ എന്ത് ചെയ്യാനാ? നിനക്കും കുട്ടികൾക്കും വേണ്ടിയാ ഞാൻ ഈ ഇല്ലാത്ത കമ്പനികളുടെ ഇല്ലാത്ത അക്കൗണ്ടന്റായിട്ട് അഭിനയിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, നാട് മുഴുവൻ കട ഉണ്ടാക്കി വെക്കും, എന്നിട്ട് അതെല്ലാം വീട്ടാ എന്നെ ഏൽപ്പിക്കും. ഞാനിപ്പോ പല ഊടുവഴിയിൽ കയറി എന്റെ വീട്ടിലെത്തുന്നത്. നമസ്കാരം മുതലാളി. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. തന്നോട് ഞാൻ എന്താ പറഞ്ഞത്? ആ പൊട്ടക്കണ്ണന്മാരെ ഒന്ന് പേടിപ്പിക്കാനല്ലേ പറഞ്ഞുള്ളൂ. അതിന് പകരം രണ്ടുപേരെയും തല്ലി ചാച്ചോന്ന് നിൽക്കുന്നു. സാധാരണ ആളുകളെ പേടിപ്പിക്കുന്നത് കത്തി കാണിച്ചോ തോക്ക് കാണിച്ചോ ആണ്. ഈ കുരുടന്മാരെങ്ങനെ പേടിപ്പിക്കും? പുറകെ കൊണ്ടുപോയി പടക്കം പൊട്ടിക്കണോ? കയ്യിന്നെങ്കിലും നീ എന്നെ ഒന്ന് രക്ഷിക്കണം. ശിവരാമ ഇങ്ങോട്ടോടൂ. ഇപ്പൊ തന്നെ കാശ് കൊടുത്തേക്കണം. അല്ലെ നാളെ ബാങ്ക്. എന്താണ് നാളെ? ഒരു നാളെ ഇല്ല. ഇന്ന് എന്നെ വാങ്ങിച്ചോണം. മേലായുധം പറഞ്ഞ് പഠിക്കാൻ തരാൻ പാടില്ല. അങ്ങനെ വാ ഇവിടെ. നല്ല ഭംഗിയുണ്ടല്ലേ. ഇന്ന് വാങ്ങിച്ചതാ. അളിയന് ഞാൻ ഇതുപോലെ തന്നെ വാങ്ങിച്ചത്. പക്ഷെ അളിയൻ ടൈയോടെ കെട്ടും. അല്ല അളിയൻ ടൈയോടെ കെട്ടിയാലും കണക്കാ. എന്താ പേര്? എന്ത് പേര് ചേരും? അവസാനമായി ശിവരാമ എന്ന് വിളിച്ചോളൂ. എന്താ? ഓ അതെ.
ഏയ് നടക്കുക. എവിടെ ആശാന ഈ സ്ഥലം? 3-4 കിലോമീറ്റർ ആയല്ലോ നടത്തുന്നത്. അതെ, ഒരു നഗ്ന സത്യം പറയട്ടെ. സത്യം പറഞ്ഞാൽ എന്റെ കാശില്ല, നാളെ തരാം, അതാണ് സത്യം. ഓ അങ്ങനെ. ആ, മുതലാളി പറയുന്നു ഇന്നത്തെ കഴിഞ്ഞാൽ ഇടപാടില്ലെന്ന്. ആ. അളിയൻ പറയുന്നു നാളെ തരാന്ന്. ഉം. ആ സൈസ് എടുക്കൂലല്ലോ ആശാനെ. നാളെ ബാങ്ക് തുറന്നിട്ട് എടുത്തു തരാം. ഓക്കെ. ഏയ് അതിനിപ്പം നാളെ ആക്കണ്ട. ഏത് ബാങ്കാണെന്ന് പറഞ്ഞാ മതി, നമുക്ക് ഇപ്പൊ തന്നെ തുറക്കാം. ഞാൻ ഏത് പൂട്ടും പൊളിക്കും. ചന്ദ്രു, കഴിഞ്ഞതൊക്കെ പോട്ടെ, നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. ഞാനില്ല, നീ പോയിക്കോ. ചന്ദ്രു മോനെ, എടാ, ചുഴിയും മലരിയും കലർന്നതാ ജീവിതം. അതിൽ പിടിച്ചാൽ കിട്ടാത്ത അടിയൊഴുക്കുണ്ട്, പ്രശ്നങ്ങളുടെ പാറക്കെട്ടുണ്ട്, വേദനയുടെ നീരൊഴുക്കുണ്ട്. കാർമേഘ പടലത്തിലെ വെള്ളിരേഖയെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ചാൽ എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു. നീ എന്നെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കി ഞാൻ സഹിക്കാം, പക്ഷെ പച്ച പാതിരാക്കി വന്ന് ഒരുമാതിരി ഓട സാഹിത്യം പറഞ്ഞോണ്ടല്ലോ. ചന്ദ്രു വാ, ഞാനാണ് വിളിക്കുന്നത്. അതുകൊണ്ടാ വരാത്തത്. എന്നാലേ ഞാനും പോണില്ല. സ്നേഹമാണ് അവലത്, സ്നേഹമാണ്. എന്റെ ആത്മാർത്ഥം എന്താണെന്ന് കാലം നിന്നെ മനസ്സിലാക്കി തരും. മഞ്ഞു കൊണ്ടോട്ടെ, ഞാൻ ഇവിടെ കിടന്ന് മരിക്കാൻ പോവാ. ഞാൻ പോകുന്നില്ല. ആ ബാഗ് ഇങ്ങോട്ട് തന്നെ. നീ എന്റെ കൂടെ വീട്ടിലേക്ക് വാ, എങ്കിൽ ബാഗ് തരാം. നീ ഒന്നും മിണ്ടണ്ട, ബാഗ് ഇങ്ങോട്ട് തരാൻ. നീ എന്റെ കൂടെ വന്നാലേ തരുള്ളൂ. നീ ബാഗ് ബാഗ് തരാനില്ല. നീ വിട്ടേ. പച്ചപ്പാതിരാക്കി ഉറങ്ങി കിടക്കുന്നതിന്റെ ബാഗ് പിടിച്ചു പറിക്കുന്നതാ. ഇത് എന്റെ ബാഗാ സാറേ. നിന്റെ ബാഗ് എങ്ങനെയാ ഇവന്റെ തലക്കടിയിലായത്? പറയണം. പങ്ക കുഴപ്പമായി. എണീറ്റേ സാർ, ഇത് വെറും അഭിനയമാണ്. നമ്പർ ഒന്നും ഇറക്കണ്ട മോനെ. അയ്യോ പങ്ക, എണീക്കടാ. തേടി കുറെ നാളായി ഞങ്ങൾ നടക്കുക. ദൈവമേ, എടാ പങ്ക നീ കളിക്കല്ലേ. സാറേ ഇവന് ഉറങ്ങിയിട്ടൊന്നുമില്ല. ഉറക്കമാണോ അവിടെ? നല്ല ഉറക്കമാ. എടാ പങ്ക നീ തമാശ കളിക്കല്ലേ, എണീക്കടാ. അയ്യോ, ഇങ്ങോട്ട് വാടാ മോനെ. എടാ നീ എണീറ്റില്ല, ഞാൻ പല കേസിലും പ്രതിയാകും. ഇങ്ങോട്ട് ഇവന് വാടാ. ഉറങ്ങിയിട്ടില്ല സാറേ, സത്യം. നടക്കടാ സ്റ്റേഷനിലേക്ക്. നടക്കണം. എടാ സമ്മതിച്ചടാ, സമ്മതിച്ചു. നിന്നോട് എനിക്ക് ഒരു വഴക്കുമില്ല, മാത്രമല്ല നിന്റെ കൂടെ ഞാൻ എവിടെ വേണേലും വരാം. സത്യം സത്യം. എടാ പങ്ക എനിക്ക് പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ. ഇവനെ വിട്ടരാ സാറേ, ഇവൻ കള്ളനല്ല. അപ്പൊ നീ ഉറങ്ങുമല്ലായിരുന്നല്ലേ? ഏയ്, ഞാൻ അഭിനയിച്ചതാ. മാത്രമല്ല ഇവൻ എന്റെ കൂട്ടുകാരനും കൂടിയാ. ഈ ബാഗൊക്കെ എവന്റെ. നീ അപ്പൊ ഉറക്കത്തിൽ എനിക്കും തന്ന അറിഞ്ഞോണ്ടായിരുന്നല്ലേ? അത് ഞാൻ സ്വപ്നത്തിൽ ഉറക്കം കണ്ടതാണ്. പാതിരാത്രി റോഡിൽ കിടന്ന് നാടകം കളിക്കാൻ രണ്ട് വീട്ടിൽ പോടാ. വാ പോകാം. ഞാൻ അങ്ങോട്ടും ഇല്ല. മോനെ പങ്ക, പ്രശ്നങ്ങളുടെ പാറക്കെട്ട് ഇളകിയില്ലേ, വേദനയുടെ നീരൊഴുക്കും തുടങ്ങിയില്ലേ. വാ നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ല. എന്താ പോയില്ലേ? പോയി സാറേ. ആ പോലീസുകാരൻ ഒരു പ്രാവശ്യം കൂടി എന്റെ ദേഹത്ത് കൈവച്ചിരുന്നെങ്കിൽ ഞാൻ ശരിക്കും തിരിച്ചു കൊടുത്തേനെ. 2 എണ്ണം ആദ്യമേ കിട്ടിയായിരുന്നല്ലോ, അപ്പൊ എന്ത് തിരിച്ചു കൊടുക്കാൻ ഞാൻ? അതാണ് എനിക്ക് ഒരു പിടിയും കിട്ടാത്തത്. അതെങ്ങനെ സംഭവിച്ചു? എന്നെയല്ല, ആ പുറകെ വരുന്ന വേദാർത്ഥ പിടിച്ചു തീർത്ത്. അയ്യോ, അവിടെ നിൽക്കുമോ? എന്താ ആശാനെ, എന്താ പ്രശ്നം? കൊല്ലും ഞാൻ ഇവനെ. ഈ മുടിഞ്ഞോ പണ്ട് ഒളിമ്പിക്സിലായിരുന്ന മണിക്കൂർ 2 എന്നിട്ട് ഇവനെ ഓടിക്കുന്നത്. ഇടപാടൊക്കെ നമുക്ക് നേരം വെളുത്ത് തീർക്കാം സ്നേഹിത. അമ്മാവന്റെ സ്നേഹിതനാ ഇയാള്. സ്നേഹിതനാ? പിന്നെ വളരെ അടുത്ത സുഹൃത്താ, ഉറ്റ തോഴൻ. അമ്മാവൻ എന്തിനാ ഈ സൈസ് കച്ചറകളുമായി കൂട്ടുകൂടി രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? എന്റെ മൂത്ത മോളെ കെട്ടിച്ചു കൊടുക്ക. അയ്യോ എടാ, നിന്റെ തന്ത അന്ധന്മാരെ ഒന്ന് പേടിപ്പിക്കാൻ ഇവനോട് പറഞ്ഞു. ഇവൻ അവരെയും തല്ലി, കാശ് കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ എന്നെയും തല്ലു എന്ന് പറയുന്നു. നമസ്തേ. പോട്ടെ ഏട്ടാ പോട്ടെ, ചേട്ടന് കാശ് കിട്ടിയാ പോരെ. എടാ പങ്ക കാശ് കൊടുത്തേ. ഏത് കാശ്? എടാ മറ്റേ പേന വിറ്റ ആ കാശ്. ഓ, പേന വിറ്റ കാശ്. അതങ്ങ് വീട്ടിൽ ഇരിക്കല്ലേ, അങ്ങോട്ട് പോയി വാങ്ങിച്ചോ. അയ്യോ, ആരാ അവിടെ? ഞാനാ ചന്ദ്രുവിന്റെ അമ്മാവൻ. കൂടെ ചന്ദ്രുവും പങ്കജാക്ഷനും ഉണ്ട്. പിന്നെ നിങ്ങക്ക് പരിചയമുള്ള വേറൊരാളും കൂടെ ഉണ്ട്, പൊന്നൻ. ബസ് സ്റ്റാൻഡിൽ വെച്ച് താങ്ങിയില്ലേ. ഞാൻ നിങ്ങളെ തല്ലിയതിന്റെ കൂലി നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിച്ചു തരാമെന്നാ ഇവന്മാര് പറയുന്നേ. എന്താ തരാമോ? ചേട്ടാ വിജയ കൊടുക്കാം. പൊന്നൻ എന്നല്ലേ പേര്? ഇവിടെ, അതെ, ഇവിടെ. ആന്ധ്രാ പൊന്നൻ എന്ന് വിളിക്കും. ഹലോ. ഹലോ ഹലോ ഹലോ. ആ തല്ലിയതിന്റെ കൂലി മേടിച്ചു തരാനാണല്ലോ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. തല്ലായിട്ട് തന്നെ തിരിച്ചു തരാം. അടി ബ്രദേഴ്സ്.
എന്താണ് കിട്ടിയത് പോലെ ഇറങ്ങി പോടാ. കൊടുത്തതിനേക്കാൾ കൂടുതൽ കിട്ടിയല്ലോ. ഇനി പോകരുതോ? ഗുഡ് നൈറ്റ്. ഇറങ്ങി പോടാ. ഇറങ്ങി പോകാൻ പോയി പോയി പോയാ ആ